MR Physics tutorial. +2 സയൻസിലെ കറണ്ട് ഇലക്ട്രിസിറ്റി എന്ന ചാപ്റ്റർ അത് ലാസ്റ്റ് ക്ലാസ്സിൽ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു. ഈ ചാപ്റ്ററിൽ നിന്നും പബ്ലിക് എക്സാമിന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ആദ്യം നമ്മൾ 2020 മാർച്ചിൽ, ഈ വർഷം മാർച്ചിൽ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ് ഡിസ്കസ് ചെയ്യുന്നത്. 2020 മാർച്ചിലെ ക്വസ്റ്റ്യൻ പേപ്പറിലെ 17ാമത്തെ ക്വസ്റ്റ്യൻ കറണ്ട് ഇലക്ട്രിസിറ്റി എന്ന ചാപ്റ്ററിൽ നിന്നുമായിരുന്നു. റെസിസ്റ്റൻസിന്റെ സീരീസ് കോമ്പിനേഷൻ, പാരലൽ കോമ്പിനേഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ക്വസ്റ്റ്യൻ ആണിത്. ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക. 3 റെസിസ്റ്റേഴ്സ് R1, R2, R3 are to be combined as shown in the figures. 2 ഫിഗർ തന്നിട്ടുണ്ട്. ക്വസ്റ്റ്യൻ എ, ഐഡന്റിഫൈ ദ സീരീസ് ആൻഡ് പാരലൽ കോമ്പിനേഷൻസ്. ഈ 2 ഫിഗറിൽ ഏതാണ് സീരീസ് കോമ്പിനേഷൻ, അതേപോലെ ഏതാണ് പാരലൽ കോമ്പിനേഷൻ എന്ന് ഐഡന്റിഫൈ ചെയ്യുക. പിക്ചറിൽ നിന്നും വളരെ ക്ലിയർ ആണ്. ഫിഗർ 1 അത് പാരലൽ കോമ്പിനേഷനെ റെപ്രസെന്റ് ചെയ്യുന്നു. ഫിഗർ 2 സീരീസ് കോമ്പിനേഷനെ റെപ്രസെന്റ് ചെയ്യുന്നു. വിച്ച് കോമ്പിനേഷൻ ഹാസ് ലോവസ്റ്റ് ഇഫക്റ്റീവ് റെസിസ്റ്റൻസ്? ഈ 2 കോമ്പിനേഷനിൽ ഏത് കോമ്പിനേഷനാണ് ലോവസ്റ്റ് ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് ഉള്ളത്? എന്താണ് കറക്റ്റ് ആൻസർ? പാരലൽ കോമ്പിനേഷൻ ആണ് ലോവസ്റ്റ് ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് ഉണ്ടാവുക. അതെങ്ങനെയാണെന്ന് നമുക്ക് ഒരു എക്സാമ്പിളിലൂടെ നോക്കാം. ഇവിടെ 3 റെസിസ്റ്റേഴ്സ് 1 ohm, 2 ohm, 3 ohm, ഈ 3 റെസിസ്റ്റേഴ്സ് സീരീസ് ആയിട്ട് കണ്ടിട്ടുണ്ടെന്ന് കരുതുക. There are 3 റെസിസ്റ്റേഴ്സ് 1 ohm, 2 ohm, 3 ohm. ഈ 3 റെസിസ്റ്റേഴ്സും സീരീസ് ആയിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് എത്രയായിരിക്കും? നമുക്കറിയാം, സീരീസ് കോമ്പിനേഷന്റെ ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് എന്താ ഇക്വേഷൻ? R is equals R1 plus R2 plus R3 ആണ്. That is equal to 1 plus 2 plus 3 is equal to 6 ohm എന്നാണ് കിട്ടുക. നിങ്ങൾ നോക്കുക, നമ്മൾക്ക് തന്നിട്ടുള്ള 3 റെസിസ്റ്റേഴ്സിൽ ഏറ്റവും കൂടിയ വാല്യൂ എത്രയാണ്? 3 ohm ആണ്. അതിനേക്കാൾ കൂടുതലായിരിക്കും ഇഫക്റ്റീവ് റെസിസ്റ്റൻസ്. റെസിസ്റ്റേഴ്സ് സീരീസ് ആയിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾക്ക് തന്നിട്ടുള്ള റെസിസ്റ്റേഴ്സിൽ ഏറ്റവും കൂടിയ റെസിസ്റ്റൻസ് ഏതാണോ അതിനേക്കാൾ കൂടുതലായിരിക്കും ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് റെസിസ്റ്റേഴ്സ് സീരീസ് ആയിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ. ഓക്കെ, ഇനി ഈ 3 റെസിസ്റ്റേഴ്സ് പാരലൽ ആയിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്തായിരിക്കും ഇഫക്റ്റീവ് റെസിസ്റ്റൻസ്? എന്താണ് ഇക്വേഷൻ? 1/RP. RP ആണ് പാരലൽ കോമ്പിനേഷന്റെ ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് എങ്കിൽ 1/RP ഈക്വൽസ് 1/R1 പ്ലസ് 1/R2 പ്ലസ് 1/R3. That equals 1/1 plus 1/2 plus 1/3. That equals 1 plus 1/2 plus 1/3. That equals 1 plus 1/2 എത്രയാണ്? 3/2 ആണ്. 3/2 plus 1/3 എന്ന് കിട്ടും. ഇതിന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 3 into 3 9 plus 2 into 1 2 9 plus 2 11. 11 divided by 6 എന്ന് കിട്ടും. 1/RP നമുക്ക് 11 divided by 6 എന്ന് കിട്ടും. Therefore RP is equal to 3 ആയിരിക്കും. 6 divided by 11 ആയിരിക്കും. RP is equal to 6/11. 6/11 എന്നത് 1-നേക്കാൾ കുറഞ്ഞ വാല്യൂ ആണ് അല്ലെ? 6/11 എന്നുള്ളത് 1-നേക്കാൾ ചെറുതാണ്. അപ്പൊ നിങ്ങൾ നോക്കുക, ഇവിടെ 3 റെസിസ്റ്റേഴ്സ് ആണുള്ളത്. ഇതിൽ ഏറ്റവും കുറഞ്ഞ റെസിസ്റ്റൻസ് എത്രയാണ്? 1 ohm ആണ്. ആ 1 ohmനേക്കാളും കുറവായിരിക്കും പാരലൽ കോമ്പിനേഷന്റെ ഇഫക്റ്റീവ് റെസിസ്റ്റൻസ്. ഏറ്റവും കുറഞ്ഞ റെസിസ്റ്റൻസിന്റെ വാല്യൂ 1 ohm ആണ്. അതിനേക്കാൾ കുറവായിരിക്കും പാരലൽ കോമ്പിനേഷന്റെ ഇഫക്റ്റീവ് റെസിസ്റ്റൻസ്. അപ്പൊ പാരലൽ കോമ്പിനേഷന്റെ ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് ആണ് ലോവസ്റ്റ് ആയിട്ട് നമുക്ക് കിട്ടുക. അതിലെ സി ക്വസ്റ്റ്യൻ, arrive at the expression for effective resistance of parallel combination. പാരലൽ കോമ്പിനേഷന്റെ ഇഫക്റ്റീവ് റെസിസ്റ്റൻസിന്റെ ഇക്വേഷനിലേക്ക് എത്തിച്ചേരുക. അത് നമ്മൾ ഓൾറെഡി പാരലൽ കോമ്പിനേഷനും സീരീസ് കോമ്പിനേഷനും റെസിസ്റ്റേഴ്സിന്റെ സീരീസ് കോമ്പിനേഷനും പാരലൽ കോമ്പിനേഷനും പഠിച്ച വീഡിയോയിൽ നിങ്ങൾക്ക് വളരെ ക്ലിയർ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നിട്ടുണ്ട്. ആ വീഡിയോ നിങ്ങൾ കാണുക. 2020 മാർച്ചിൽ തന്നെ 27ാമത്തെ ക്വസ്റ്റ്യൻ, അതും കറണ്ട് ഇലക്ട്രിസിറ്റി എന്ന ചാപ്റ്ററിൽ നിന്നായിരുന്നു. എന്തായിരുന്നു ക്വസ്റ്റ്യൻ? എ വീറ്റ്സ്റ്റൺ ബ്രിഡ്ജ് ഈസ് ഷോൺ ഇൻ ദ ഫിഗർ. പിക്ചറിൽ നിങ്ങൾക്ക് വീറ്റ്സ്റ്റൺ ബ്രിഡ്ജ് തന്നിട്ടുണ്ട്. ക്വസ്റ്റ്യൻ എ, ഡിറൈവ് എ റിലേഷൻ കണക്ടിങ് 4 റെസിസ്റ്റേഴ്സ് ഫോർ ദി ഗാൽവനോമീറ്റർ ടു ഗിവ് 0 or null ഡിഫ്ലക്ഷൻ. ഗാൽവനോമീറ്റർ 0 ഡിഫ്ലക്ഷൻ കാണിക്കുമ്പോൾ 4 റെസിസ്റ്റേഴ്സുകൾക്കിടയിലുള്ള റിലേഷൻ ഡിറൈവ് ചെയ്യുക. വീറ്റ്സ്റ്റൺ ബ്രിഡ്ജിന്റെ
ബാലൻസ്ഡ് കണ്ടീഷൻ എക്സ്പ്ലെയിൻ ചെയ്യുന്ന വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഇക്വേഷൻ P/Q = R/S അല്ലെങ്കിൽ R1/R2 = R3/R4 എന്ന ഇക്വേഷൻ ഡെറിവ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് വളരെ ക്ലിയർ ആയിട്ട് ആ വീഡിയോ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ഇവിടെ ബി ക്വസ്റ്റ്യൻ, നെയിം എ പ്രാക്ടിക്കൽ ഡിവൈസ് വിച്ച് യൂസസ് ദിസ് പ്രിൻസിപ്പിൾ. വീറ്റ്സ്റ്റൺ പ്രിൻസിപ്പിൾ അപ്ലൈ ചെയ്തിട്ട് വർക്ക് ചെയ്യുന്ന പ്രാക്ടിക്കൽ ഡിവൈസ് ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ. അത് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. മീറ്റർ ബ്രിഡ്ജാണ് അതിൻ്റെ ആൻസർ. ഇങ്ങനെ 2020 നിങ്ങളോട് 8 മാർക്കിൻ്റെ ക്വസ്റ്റ്യനാണ് കറണ്ട് ഇലക്ട്രിസിറ്റി എന്ന ചാപ്റ്ററിൽ നിന്നും ചോദിച്ചിട്ടുള്ളത്. ക്വസ്റ്റ്യൻ നമ്പർ 17 3 മാർക്കായിരുന്നു. ക്വസ്റ്റ്യൻ നമ്പർ 27 5 മാർക്കായിരുന്നു. ഇങ്ങനെ 8 മാർക്കിൻ്റെ ക്വസ്റ്റ്യനാണ് 2020 മാർച്ച് നിങ്ങളോട് പബ്ലിക് എക്സാമിന് ചോദിച്ചത്. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 2020 തന്നെ സേ എക്സാം നടന്നിട്ടുണ്ടായിരുന്നു. ഈ 2-3 മാസങ്ങൾക്ക് മുമ്പ് നടന്ന സേ എക്സാമിൽ ചോദിച്ച കറണ്ട് ഇലക്ട്രിസിറ്റി എന്ന ചാപ്റ്ററിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇനി ഡിസ്കസ് ചെയ്യുന്നത്. ഇവിടെ ക്വസ്റ്റ്യൻ നമ്പർ 17 എന്താണ് ക്വസ്റ്റ്യൻ നമ്പർ 17 പറയുന്നത്? ഹൗ വിൽ യു കമ്പൈൻ യു ആർ ഗിവൺ 3 റെസിസ്റ്റേഴ്സ് ഈച്ച് ഓഫ് റെസിസ്റ്റൻസ് ക്യാപിറ്റൽ R. ക്വസ്റ്റ്യൻ എ, ഹൗ വിൽ യു കമ്പൈൻ ദം ടു ഗെറ്റ് മാക്സിമം ഇഫക്റ്റീവ് റെസിസ്റ്റൻസ്. അത് നമ്മൾ ഓൾറെഡി മാർച്ചിലെ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്തപ്പോൾ പറഞ്ഞതാണ്. ഏകദേശം അതേ ക്വസ്റ്റ്യൻ തന്നെയാണ് ഇവിടെയും ആവർത്തിച്ച് ചോദിച്ചിട്ടുള്ളത്. മാക്സിമം ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് കിട്ടാൻ നമ്മൾ എങ്ങനെയാണ് കണക്ട് ചെയ്യേണ്ടത്, റെസിസ്റ്റേഴ്സിനെ എങ്ങനെയാണ് കണക്ട് ചെയ്യേണ്ടത്? മാക്സിമം ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് കിട്ടാൻ സീരീസ് ആയിട്ട് കണക്ട് ചെയ്യണമെന്ന് നമ്മൾ പറഞ്ഞു. മിനിമം ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് കിട്ടാൻ വേണ്ടിയിട്ടോ ക്വസ്റ്റ്യൻ നമ്പർ 2 അതായിരുന്നു. മിനിമം ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് കിട്ടാൻ വേണ്ടിയിട്ട് പാരലൽ ആയിട്ട് കണക്ട് ചെയ്യണം. ഈ 2 കാര്യം നമ്മൾ കഴിഞ്ഞ ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് പറഞ്ഞതാണ്. ക്വസ്റ്റ്യൻ ബി എന്താണ്? ഡിറൈവ് ഇക്വേഷൻ ഫോർ മിനിമം ഇഫക്റ്റീവ് റെസിസ്റ്റൻസ്. അതായത് മിനിമം ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് കിട്ടുന്നത് പാരലൽ കോമ്പിനേഷന്റെ കേസിലാണ്. ആ പാരലൽ കോമ്പിനേഷന്റെ ഇഫക്റ്റീവ് റെസിസ്റ്റൻസിന്റെ ഇക്വേഷൻ ഡിറൈവ് ചെയ്യുക എന്ന് പറഞ്ഞാൽ 2020 മാർച്ചിൽ ചോദിച്ച അതേ ക്വസ്റ്റ്യൻ തന്നെയാണ് ഇവിടെ ആവർത്തിച്ചിട്ട് ചോദിച്ചിട്ടുള്ളത് സേ എക്സാമിന്. ഇനി ഈ ക്വസ്റ്റ്യൻ പേപ്പറിലെ 27ാമത്തെ ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക. ദ ഫിഗർ ഷോസ് ദി ഡയഗ്രാം ഓഫ് എ പൊട്ടൻഷ്യോമീറ്റർ. ക്വസ്റ്റ്യനിൽ നിങ്ങൾക്ക് പൊട്ടൻഷ്യോമീറ്ററിന്റെ കണക്ഷൻ ഡയഗ്രാം തന്നിട്ടുണ്ട്. ക്വസ്റ്റ്യൻ എ, ഗിവ് ദി പ്രിൻസിപ്പിൾ ഓഫ് എ പൊട്ടൻഷ്യോമീറ്റർ. എന്താണ് പൊട്ടൻഷ്യോമീറ്ററിന്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ? അത് നിങ്ങൾക്ക് വളരെ ക്ലിയർ ആയിട്ട് ഞാൻ പൊട്ടൻഷ്യോമീറ്റർ ക്ലാസ് എടുക്കുന്ന സമയത്ത് ആ വീഡിയോയിൽ വളരെ ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നിട്ടുണ്ട്. എന്തായിരുന്നു പൊട്ടൻഷ്യോമീറ്ററിന്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ? ഒരു യൂണിഫോം ഏരിയ ഓഫ് ക്രോസ് സെക്ഷനിലുള്ള ഒരു വയറിലൂടെ സ്റ്റഡി കറണ്ട് ഫ്ലോ ചെയ്യുമ്പോൾ ആ വയറിന്റെ ഏതെങ്കിലും 2 പോയിന്റുകൾക്കിടയിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആ 2 പോയിന്റുകൾക്കിടയിലുള്ള വയറിന്റെ ലെങ്ത്തിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും. അതായത് V ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു L or V is equal to a constant K into L, where K is equal to V by L is called potential gradient of that wire. ഇത് നമ്മൾ പൊട്ടൻഷ്യോമീറ്റർ എക്സ്പ്ലെയിൻ ചെയ്യുന്ന സമയത്ത് വളരെ കൃത്യമായിട്ട് പഠിച്ചതാണ്. നിങ്ങൾ ആ വീഡിയോ ഒന്നുകൂടി റെഫർ ചെയ്യുക. ഇനി അതിലെ ബി ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക. ദ ലെങ്ത് ഓഫ് വയർ AB is 3 meter and resistance per unit length of the wire is 4 ohm per meter. If E1 equals 4 volt, capital R equals 20 ohm and E2 equals 1 volt, find the length of the potentiometer wire that balances E2. ഇതാണ് നമ്മൾക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ള കണക്ഷൻ ഡയഗ്രാം. നമ്മൾക്കറിയാം ഒരു പൊട്ടൻഷ്യോമീറ്ററിനെ സംബന്ധിച്ചിടത്തോളം 2 സർക്യൂട്ട് ഉണ്ട്. പ്രൈമറി സർക്യൂട്ടും സെക്കൻഡറി സർക്യൂട്ടും. ഇതാണ് പ്രൈമറി സർക്യൂട്ട്. AB എന്ന വയറിന് അക്രോസ് ആയിട്ട് E1 EMF ഉള്ള സെല്ല് കണ്ടിട്ടുണ്ട്. ക്യാപിറ്റൽ R റെസിസ്റ്റൻസ് കണ്ടിട്ടുണ്ട്. ഇതാണ് പ്രൈമറി സർക്യൂട്ട്. ഈ സെല്ലിന്റെ EMF E1 ഈക്വൽസ് 4 വോൾട്ട് ആണെന്ന് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ക്യാപിറ്റൽ ആറിന്റെ വാല്യൂ 20 ഓം ആണെന്ന് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ഓക്കെ, ഇതാണ് സെക്കൻഡറി സർക്യൂട്ട്. സെക്കൻഡറി സർക്യൂട്ടിൽ E2 EMF ഉള്ള സെല്ല് കണ്ടിട്ടുണ്ട്. E2ന്റെ വാല്യൂ 1 വോൾട്ട് ആണെന്ന് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. അത് ഗാൽവനോമീറ്ററുമായിട്ട് കണക്ട് ചെയ്യുന്നു, ഗാൽവനോമീറ്റർ സ്ലൈഡറുമായിട്ട് കണക്ട് ചെയ്യുന്നു.
E2 EMF ഉള്ള ഈ സെല്ലിനെ ബാലൻസ് ചെയ്യുന്ന ലെങ്ത് ആണ് AJ എന്ന വയറിന്റെ ലെങ്ത് L. ആ ലെങ്ത് L ആണ് നമ്മൾക്ക് കണ്ടെത്തേണ്ടത്. L ഈക്വൽ ടു എത്ര? ഇതാണ് ക്വസ്റ്റ്യൻ. E2 EMF ഉള്ള സെല്ലിനെ ബാലൻസ് ചെയ്യുന്ന ലെങ്ത് ആണ് സ്മോൾ ലെറ്റർ L. ഗാൽവനോമീറ്റർ J എന്ന ഈ പോയിന്റിൽ സീറോ ഡിഫ്ലക്ഷൻ കാണിക്കുന്നു. അങ്ങനെയാണെങ്കിൽ നമ്മൾക്കറിയാം പൊട്ടൻഷ്യോമീറ്റർ പഠിക്കുന്ന സമയത്ത് നമ്മൾ ഇങ്ങനെ ഒരു ഇക്വേഷനിലേക്ക് എത്തിയിട്ടുണ്ട് അല്ലെ. ഇതാണ് സെക്കൻഡറി സർക്യൂട്ടിൽ കണ്ടിട്ടുള്ള സെല്ലിന്റെ EMF എങ്കിൽ നമ്മൾക്ക് ആ EMF E2 ഈസ് ഈക്വൽ ടു എന്ത് എഴുതാം? K ഇൻറ്റു L എന്ന് എഴുതാം എന്ന് നമ്മൾ അന്നേരം പഠിച്ചിട്ടുണ്ട്. E2 EMF ഉള്ള സെല്ല് E2 ഈസ് ഈക്വൽ ടു K ഇൻറ്റു L. എന്താണ് K? AB എന്ന വയറിന്റെ പൊട്ടൻഷ്യൽ ഗ്രേഡിയന്റ് ആണ് K. എന്താണ് L? ബാലൻസിംഗ് ലെങ്ത് ആണ്. AB എന്ന് പറയുന്ന വയറിന്റെ പൊട്ടൻഷ്യൽ ഗ്രേഡിയന്റ് Kയും ആ വയറിന്റെ ബാലൻസിംഗ് ലെങ്ത് സ്മോൾ ലെറ്റർ L ആണെങ്കിൽ, അതായത് E2 എന്ന സെല്ലിന്റെ EMF-നെ ബാലൻസ് ചെയ്യുന്ന ലെങ്ത് സ്മോൾ ലെറ്റർ L ആണെങ്കിൽ we can write E2 is equal to K into L. Therefore we can write L equal to, L ആണല്ലോ നമ്മൾക്ക് കണ്ടെത്തേണ്ടത്. L equal to നമ്മൾക്ക് എന്ത് എഴുതാം? E2 divided by K എന്ന് എഴുതാം. ഇവിടെ ക്വസ്റ്റ്യനിൽ ഓൾറെഡി നമുക്ക് E2 ന്റെ വാല്യൂ തന്നിട്ടുണ്ട്. 1 വോൾട്ട് ആണ്. ഈ സെല്ലിന്റെ EMF 1 വോൾട്ട് ആണ്. പക്ഷെ ഈ വയറിന്റെ AB എന്ന ഈ വയറിന്റെ പൊട്ടൻഷ്യൽ ഗ്രേഡിയന്റ് ആയിട്ടുള്ള K എത്രയാണ് എന്ന് നമ്മൾക്ക് തന്നിട്ടില്ല. നമുക്കറിയാം എന്താണ് പൊട്ടൻഷ്യൽ ഗ്രേഡിയന്റ് ഇക്വേഷൻ? K is equal to പൊട്ടൻഷ്യൽ ഡിവൈഡഡ് ബൈ ലെങ്ത് ആണ്. ആരുടെ പൊട്ടൻഷ്യൽ? എക്കും ബിക്കും ഇടയിലുള്ള പൊട്ടൻഷ്യൽ VAB ഡിവൈഡഡ് ബൈ എക്കും ബിക്കും ഇടയിലുള്ള വയറിന്റെ ലെങ്ത് LAB. അതാണ് K, പൊട്ടൻഷ്യൽ ഗ്രേഡിയന്റ്. K is equal to VAB ഡിവൈഡഡ് ബൈ LAB. എന്താണ് LAB? AB എന്ന വയറിന്റെ ലെങ്ത് ആണ്. അത് ക്വസ്റ്റ്യനിൽ 3 മീറ്റർ എന്ന് തന്നിട്ടുണ്ട്. ഓക്കെ, ഇനി നമ്മൾക്ക് കണ്ടെത്തേണ്ടത് VAB എത്ര എന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ VAB ഡിവൈഡ് ബൈ LAB K ന്റെ വാല്യൂ നമുക്ക് കിട്ടും. അങ്ങനെയാണെങ്കിൽ L ഈക്വൽ ടു E2 ബൈ K എന്നുള്ള ഇക്വേഷൻ പ്രകാരം നമുക്ക് L ന്റെ വാല്യൂ കിട്ടും. പക്ഷെ നമുക്ക് ഇവിടെ എന്ത് കിട്ടാനുണ്ട്? VAB ന്റെ വാല്യൂ കിട്ടാനുണ്ട്. അതായത് എക്കും ബിക്കും ഇടയിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് നമ്മൾക്ക് കിട്ടാനുണ്ട്. നിങ്ങളിവിടെ ശ്രദ്ധിക്കുക, പ്രൈമറി സർക്യൂട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. ഈ പ്രൈമറി സർക്യൂട്ടിൽ എന്തൊക്കെയാണുള്ളത്? E1 EMF ഉള്ള സെല്ലുണ്ട്, ക്യാപിറ്റൽ R റെസിസ്റ്റൻസ് ഉള്ള റെസിസ്റ്റർ ഉണ്ട്, അതേപോലെ AB എന്ന വയർ ഉണ്ട്. ക്യാപിറ്റൽ R റെസിസ്റ്റൻസ് ഉള്ള റെസിസ്റ്ററും AB എന്ന വയറും ഈ സെല്ലിന് അക്രോസ് ആയിട്ട് സീരീസ് ആയിട്ടാണ് കണക്ട് ചെയ്തിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ പ്രൈമറി സർക്യൂട്ടിലെ ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് എത്രയായിരിക്കും? പ്രൈമറി സർക്യൂട്ടിലെ ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് ഈ റെസിസ്റ്ററിന്റെ റെസിസ്റ്റൻസ് പ്ലസ് AB എന്ന വയറിന്റെ റെസിസ്റ്റൻസ് ആണ്. അപ്പൊ പ്രൈമറി സർക്യൂട്ടിലെ ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് R പ്ലസ് RAB ആണ്. എന്താണ് RAB? AB എന്ന വയറിന്റെ റെസിസ്റ്റൻസ്. അങ്ങനെയാണെങ്കിൽ അക്കോർഡിംഗ് ടു ഓംസ് ലോ ഈ സെല്ലിന്റെ EMF E1 is equal to നമ്മൾക്ക് I into R plus RAB എന്ന് കൊടുക്കാം. E1 is equal to I into R plus RAB. E1 EMF ഉള്ള സെല്ല് ക്യാപിറ്റൽ R റെസിസ്റ്റൻസ് അതുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. അത് കൂടാതെ AB എന്ന വയർ കണക്ട് ചെയ്തിട്ടുണ്ട്. ആ വയറിന്റെ റെസിസ്റ്റൻസ് ആണ് ക്യാപിറ്റൽ RAB. അപ്പൊ R plus RAB ആണ് ടോട്ടൽ റെസിസ്റ്റൻസ് ഇൻറ്റു കറണ്ട് ഈ സെല്ലിന്റെ EMF E1. ഇനി അങ്ങനെയാണെങ്കിൽ we can write I is equal to E1 divided by R plus RAB. എന്താണ് R? R ന്റെ വാല്യൂ 20 ഓം ആണ്. എന്താണ് RAB? AB എന്ന വയറിന്റെ റെസിസ്റ്റൻസ് ആണ്. നമ്മൾക്കിവിടെ ക്വസ്റ്റ്യനിൽ AB എന്ന വയറിന്റെ റെസിസ്റ്റൻസ് പെർ യൂണിറ്റ് ലെങ്ത് അത് 4 ഓം മീറ്റർ ഇൻവേഴ്സ് അല്ലെങ്കിൽ 4 ഓം പെർ മീറ്റർ എന്ന് തന്നിട്ടുണ്ട്. അതേപോലെ AB എന്ന വയറിന്റെ ലെങ്ത് LAB ഈക്വൽ ടു 3 മീറ്റർ എന്ന് തന്നിട്ടുണ്ട്. AB എന്ന വയറിന്റെ റെസിസ്റ്റൻസ് പെർ യൂണിറ്റ് ലെങ്ത് 4 ആണ്, ആ വയറിന്റെ ലെങ്ത് 3 ആണ്. അങ്ങനെയാണെങ്കിൽ AB എന്ന വയറിന്റെ റെസിസ്റ്റൻസ് എത്രയായിരിക്കും? 4 into 3 ഈസ് ഈക്വൽ ടു 12 ഓം ആയിരിക്കുമല്ലോ. അങ്ങനെയാണെങ്കിൽ I ഈസ് ഈക്വൽ ടു എന്തായിരിക്കും? I ഈസ് ഈക്വൽ ടു E1 ഡിവൈഡഡ് ബൈ R പ്ലസ് RAB. ക്യാപിറ്റൽ R 3 ആണ്. സോറി, E1 ന്റെ വാല്യൂ നമുക്കറിയാം. ക്വസ്റ്റ്യനിൽ 4 വോൾട്ട് എന്ന് തന്നിട്ടുണ്ട്. 4 ഡിവൈഡഡ് ബൈ ക്യാപിറ്റൽ R 20 ആണ് പ്ലസ് 12.
20 plus 12 32 4/32 എന്ന് കിട്ടും. 4/32 4/32 എന്ന് പറഞ്ഞാൽ 1/8 ആണ്. ദാറ്റ് ഈക്വൽസ് 0.125 ആംപിയർ എന്ന് കിട്ടും. 0.125 ആംപിയർ. അതായത് എ ബി എന്ന വയറിലൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് 0.125 ആംപിയർ ആണ്. എ ബി എന്ന വയറിന്റെ റെസിസ്റ്റൻസ് ആർ എ ബി ഈക്വൽ ടു എത്രയാണ്? അത് 12 ഓം ആണ്. അങ്ങനെയാണെങ്കിൽ വി ക്യാൻ റൈറ്റ് വി എ ബി ഈക്വൽസ് ഐ ഇൻറ്റു ആർ എ ബി. എ ബി എന്ന വയറിന്റെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് വി എ ബി ഈക്വൽസ് ഐ ഇൻറ്റു ആർ എ ബി. എത്രയാണ്? ഐ 0.125 ആണ്. ഇൻറ്റു ആർ എ ബി എത്രയാണ്? 12 ആണ്. 0.125 ഇൻറ്റു 12 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 1.5 വോൾട്ട് എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് വി എ ബിന്റെ വാല്യൂ കിട്ടി. വി എ ബി ഈക്വൽസ് 1.5 വോൾട്ട്. അങ്ങനെയാണെങ്കിൽ കെ ഈക്വൽ ടു എത്രയായിരിക്കും? കെ ഈക്വൽ ടു വി എ ബി ബൈ എൽ എ ബി അല്ലേ? കെ ഈക്വൽ ടു 1.5 എ ബി എന്ന വയറിന്റെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഡിവൈഡ് ബൈ എൽ എ ബി. എ ബി എന്ന വയറിന്റെ ലെങ്ത് ക്വസ്റ്റ്യനിൽ 3 എന്ന് തന്നിട്ടുണ്ട്, 3 മീറ്റർ. അപ്പോൾ കെ ഈക്വൽസ് 1.5/3. 1.5/3 എന്ന് പറഞ്ഞാൽ 0.5 ആണ്. 0.5 വോൾട്ട് പെർ മീറ്റർ എന്ന് കിട്ടും കെന്റെ വാല്യൂ. അങ്ങനെയാണെങ്കിൽ എൽ ഈക്വൽ ടു എത്രയാണ്? എൽ ഈക്വൽസ് E2/K ആണ്. E2 ക്വസ്റ്റ്യനിൽ നമുക്ക് തന്നിട്ടുണ്ട് 1 വോൾട്ട് എന്ന്. 1 ഡിവൈഡഡ് ബൈ 0.5. 1/0.5 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 2 എന്നാണ് കിട്ടുക. 2 മീറ്റർ ആണ് ഈ ബാലൻസിംഗ് ലെങ്ത് എല്ലിന്റെ വാല്യൂ. എൽ ഈസ് ഈക്വൽ ടു 2 മീറ്റർ. ഇതാണ് നമുക്ക് കിട്ടുന്ന ആൻസർ. ഇനി നിങ്ങൾ ക്വസ്റ്റ്യൻ സി ശ്രദ്ധിക്കുക. If E2 greater than E1, can we get the null deflection in galvanometer? E2 greater than E1 ആണെങ്കിൽ നമ്മൾക്ക് null deflection കിട്ടുമോ? അതായത് ഗാൽവനോമീറ്റർ 0 ഡിഫ്ലക്ഷൻ കാണിക്കുമോ? നമ്മൾക്ക് ബാലൻസ് ലെങ്ത് കിട്ടുമോ എന്നാണ് ക്വസ്റ്റ്യൻ. ഞാൻ പൊട്ടൻഷ്യോമീറ്റർ എടുക്കുന്ന സമയത്ത് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്, നമ്മൾക്ക് ബാലൻസ് ലെങ്ത് കിട്ടണമെങ്കിൽ, നൾ ഡിഫ്ലക്ഷൻ കിട്ടണമെങ്കിൽ പ്രൈമറി സർക്യൂട്ടിൽ കണ്ടെയ്നിട്ടുള്ള സെല്ലിന്റെ EMF E1 അത് സെക്കൻഡറി സർക്യൂട്ടിൽ കണ്ടെയ്നിട്ടുള്ള സെല്ലിന്റെ EMF-നേക്കാൾ കൂടുതലായിരിക്കണം. E1 ഷുഡ് ബി ഗ്രേറ്റർ ദാൻ E2. ഇപ്പോൾ പൊട്ടൻഷ്യോമീറ്റർ പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യാനുള്ള കണ്ടീഷൻ, അല്ലെങ്കിൽ നമുക്ക് ബാലൻസ് ലെങ്ത് കിട്ടാനുള്ള കണ്ടീഷൻ എന്താണ്? പ്രൈമറി സർക്യൂട്ടിൽ കണ്ടെയ്നിട്ടുള്ള സെല്ലിന്റെ EMF E1 ഷുഡ് ബി ഗ്രേറ്റർ ദാൻ E2. E2 എന്ന് പറയുന്നത് സെക്കൻഡറി സർക്യൂട്ടിൽ കണ്ടെയ്നിട്ടുള്ള സെല്ലിന്റെ EMF ആണ്. അപ്പോൾ E1 ഗ്രേറ്റർ ദാൻ E2 ആണെങ്കിൽ മാത്രമേ നമ്മൾക്ക് ബാലൻസ് ലെങ്ത് കിട്ടൂ. E2 ഗ്രേറ്റർ ദാൻ E1 ആണെങ്കിൽ ഗാൽവനോമീറ്റർ ഈ വയറിൽ എന്ത് കാണിക്കില്ല? 0 ഡിഫ്ലക്ഷൻ കാണിക്കില്ല. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 2019 മാർച്ചിൽ ക്വസ്റ്റ്യൻ ആണ്. 2019 മാർച്ചില് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ കറണ്ട് ഇലക്ട്രിസിറ്റി എന്ന ചാപ്റ്ററിൽ നിന്നായിരുന്നു. റൈറ്റ് ദ യൂണിറ്റ് ഓഫ് മൊബിലിറ്റി. മൊബിലിറ്റിയുടെ യൂണിറ്റ് എഴുതുക. 1 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിരുന്നു. അപ്പോൾ മൊബിലിറ്റി എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ഞാൻ കറണ്ട് ഇലക്ട്രിസിറ്റി എന്ന് പറയുന്ന ചാപ്റ്ററിൽ പറയാൻ വിട്ടുപോയതാണ്. എന്താണ് മൊബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മൊബിലിറ്റി എന്നത് ചാർജ് കാരിയേഴ്സിന്റെ പ്രോപ്പർട്ടിയാണ്. ഇപ്പോൾ നമ്മൾ ഒരു മെറ്റാലിക് കണ്ടക്ടറാണ് കൺസിഡർ ചെയ്യുന്നതെങ്കിൽ ഫ്രീ ഇലക്ട്രോൺസ് ആണ് ചാർജ് കാരിയേഴ്സ്. നമ്മൾക്കറിയാം ഫ്രീ ഇലക്ട്രോൺസിന്റെ ഡ്രിഫ്റ്റ് വെലോസിറ്റിക്ക് ഒരു ഇക്വേഷൻ ഉണ്ട്. എന്താണ്? VD ഈസ് ഈക്വൽ ടു EE/m ഇൻറ്റു ടോ. ഡ്രിഫ്റ്റ് വെലോസിറ്റിയും റിലാക്സേഷൻ ടൈമും തമ്മിലുള്ള റിലേഷൻ ആണ്. VD ഈസ് ഈക്വൽ ടു -EE/m ആണ്. നമ്മൾ മാഗ്നിറ്റ്യൂഡ് മാത്രമാണ് എടുക്കുന്നതെങ്കിൽ VD ഈസ് ഈക്വൽ ടു EE/m ഇൻറ്റു ടോ. അവിടെ സ്മോൾ ലെറ്റർ E ഇലക്ട്രോണിന്റെ ചാർജ് ആണ്, ക്യാപിറ്റൽ E ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി ആണ്, സ്മോൾ ലെറ്റർ m ഇലക്ട്രോണിന്റെ മാസ്, ടോ റിലാക്സേഷൻ ടൈം. അങ്ങനെയാണെങ്കിൽ വി ക്യാൻ റൈറ്റ് VD ഡിവൈഡഡ് ബൈ ക്യാപിറ്റൽ E. ക്യാപിറ്റൽ E ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുവരിക. നമുക്ക് എന്താ കിട്ടുക? E/m ഇൻറ്റു ടോ. അതായത് the ratio of drift velocity to electric field intensity, the ratio of magnitude of drift velocity to electric field intensity, അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? മൊബിലിറ്റി എന്ന് പറയുന്നത്. മൊബിലിറ്റി ഈസ് ദ റേഷ്യോ ഓഫ് മാഗ്നിറ്റ്യൂഡ് ഓഫ് ഡ്രിഫ്റ്റ് വെലോസിറ്റി ടു ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി. മൊബിലിറ്റി mu എന്ന ലെറ്റർ കൊണ്ട് ഡിനോട്ട് ചെയ്യുന്നു. mu ഈസ് ഈക്വൽ ടു മാഗ്നിറ്റ്യൂഡ് ഓഫ് VD ഡിവൈഡഡ് ബൈ ക്യാപിറ്റൽ E. ഇവിടെ നമ്മളോട് മൊബിലിറ്റിയുടെ യൂണിറ്റ് എന്താണെന്നാണ് ചോദിച്ചത്. നമ്മൾക്കറിയാം VD ഡ്രിഫ്റ്റ് വെലോസിറ്റിയുടെ യൂണിറ്റ് എന്താണ്? മീറ്റർ പെർ സെക്കൻഡ് ആണ്, ഡിവൈഡ് ബൈ E. ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റിയുടെ യൂണിറ്റ് ന്യൂട്ടൺ പെർ കൂളം ആണ്. അങ്ങനെയാണെങ്കിൽ we get യൂണിറ്റ് ഓഫ് മൊബിലിറ്റി എന്താ കിട്ടുന്നത്? മീറ്റർ കൂളം
ന്യൂട്ടൺ ഇൻവേഴ്സ് സെക്കൻഡ് ഇൻവേഴ്സ്, അല്ലെങ്കിൽ കൂളം മീറ്റർ ന്യൂട്ടൺ ഇൻവേഴ്സ് സെക്കൻഡ് ഇൻവേഴ്സ്. ഇതാണ് മൊബിലിറ്റിയുടെ യൂണിറ്റ്. കൂളം മീറ്റർ ന്യൂട്ടൺ ഇൻവേഴ്സ് സെക്കൻഡ് ഇൻവേഴ്സ്. മീറ്റർ പെർ സെക്കൻഡ് ഡിവൈഡ് ബൈ ന്യൂട്ടൺ പെർ കൂളം, ഓർ കൂളം മീറ്റർ ന്യൂട്ടൺ ഇൻവേഴ്സ് സെക്കൻഡ് ഇൻവേഴ്സ്. അതാണ് മൊബിലിറ്റിയുടെ യൂണിറ്റ്. ഇതേ ക്വസ്റ്റ്യൻ പേപ്പറിലെ 10ാമത്തെ ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക. ദ ടെമ്പറേച്ചർ ഡിപ്പെൻഡൻസ് ഓഫ് റെസിസ്റ്റിവിറ്റി ഓഫ് എ മെറ്റീരിയൽ ഈസ് ഷോൺ ബിലോ. ഇവിടെ എക്സ് ആക്സിസിൽ ടെമ്പറേച്ചറും വൈ ആക്സിസിൽ റെസിസ്റ്റിവിറ്റിയുമാണ് എടുത്തിട്ടുള്ളത്. നമ്മൾക്കിവിടെ ഗ്രാഫ് കണ്ടാൽ മനസ്സിലാവും. റോന്റെ വാല്യൂ ഡിക്രീസ് ചെയ്യുന്നു ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുമ്പോൾ. ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുമ്പോൾ റോന്റെ വാല്യൂ, റെസിസ്റ്റിവിറ്റിയുടെ വാല്യൂ ഡിക്രീസ് ചെയ്യാണ് ചെയ്യുന്നത്. ക്വസ്റ്റ്യൻ എ എന്താണ്? ഐഡന്റിഫൈ ദി ടൈപ്പ് ഓഫ് മെറ്റീരിയൽ. ഇത് ഏത് മെറ്റീരിയൽ ആണെന്ന് ഐഡന്റിഫൈ ചെയ്യുക. അവിടെ ഗ്രാഫിൽ വളരെ ക്ലിയർ ആണ്. ടെമ്പറേച്ചർ കൂടുമ്പോൾ റെസിസ്റ്റിവിറ്റി ഡിക്രീസ് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? ഇത് സെമി കണ്ടക്ടേഴ്സ് ആണ്. സെമി കണ്ടക്ടേഴ്സിന്റെ കേസിലാണ് ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുമ്പോൾ റെസിസ്റ്റിവിറ്റി ഡിക്രീസ് ചെയ്യുക. മെറ്റൽസിന്റെ കേസിൽ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുമ്പോൾ റെസിസ്റ്റിവിറ്റിയും ഇൻക്രീസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. സെമി കണ്ടക്ടേഴ്സിന്റെ കേസിൽ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുമ്പോൾ റെസിസ്റ്റിവിറ്റി ഡിക്രീസ് ചെയ്യുക. സെമി കണ്ടക്ടേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ് ഓഫ് റെസിസ്റ്റിവിറ്റിയുടെ വാല്യൂ നെഗറ്റീവ് വാല്യൂ ആയിരിക്കും. അപ്പോൾ ഈ ഗ്രാഫ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് സെമി കണ്ടക്ടേഴ്സിനെയാണ്. അതിൽ 2ാമത്തെ ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക. റൈറ്റ് ദ റിലേഷൻ ബിറ്റ്വീൻ റെസിസ്റ്റിവിറ്റി ആൻഡ് ആവറേജ് കൊല്യൂഷൻ ടൈം ഫോർ ഇലക്ട്രോൺ. അതായത് റെസിസ്റ്റിവിറ്റിയും റിലാക്സേഷൻ ടൈമും തമ്മിലുള്ള റിലേഷൻ എഴുതുക എന്നുള്ളതാണ്. നമ്മൾ ഓൾറെഡി പഠിച്ചതാണത്. റോ ഈസ് ഈക്വൽ ടു എം ഡിവൈഡഡ് ബൈ എൻ ഇ സ്ക്വയർ ടോ എന്ന ഇക്വേഷൻ. ഇതാണ് റെസിസ്റ്റിവിറ്റിയും റിലാക്സേഷൻ ടൈമും തമ്മിലുള്ള റിലേഷൻ. ഇത് നിങ്ങൾക്ക് എൻ്റെ ഈ കറണ്ട് ഇലക്ട്രിസിറ്റി എന്ന് പറയുന്ന ചാപ്റ്ററിലെ വീഡിയോസ് നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ഈ 2 കാര്യങ്ങളും, അതായത് ടെമ്പറേച്ചർ ഡിപ്പെൻഡൻസ് ഓഫ് റെസിസ്റ്റൻസും പിന്നെ അതേപോലെ റെസിസ്റ്റിവിറ്റിയും റിലാക്സേഷൻ ടൈം തമ്മിലുള്ള റിലേഷനും ആ വീഡിയോയിൽ കൃത്യമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ഈ ക്വസ്റ്റ്യൻ പേപ്പറിലെ 24ാമത്തെ ക്വസ്റ്റ്യൻ. ദ എക്സ്പെരിമെന്റൽ സെറ്റപ്പ് ഫൈൻഡ് ആൻ അൺനോൺ റെസിസ്റ്റൻസ് യൂസിങ് എ മീറ്റർ ബ്രിഡ്ജ് ഈസ് ഷോൺ ബിലോ. മീറ്റർ ബ്രിഡ്ജിന്റെ കണക്ഷൻ ഡയഗ്രാം ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ക്വസ്റ്റ്യൻ എ. വാട്ട് ഈസ് ദ വർക്കിംഗ് പ്രിൻസിപ്പിൾ ഓഫ് എ മീറ്റർ ബ്രിഡ്ജ്? മീറ്റർ ബ്രിഡ്ജിന്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ വീറ്റ്സ്റ്റൺ ബ്രിഡ്ജിന്റെ പ്രിൻസിപ്പിളാണ്. വീറ്റ്സ്റ്റൺ ബ്രിഡ്ജിന്റെ ബാലൻസ്ഡ് കണ്ടീഷൻ ആണ് എന്നുള്ള കാര്യം നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. അത് അവിടെ എഴുതി കൊടുക്കുക. ക്വസ്റ്റ്യൻ ബി ഒരു പ്രോബ്ലം ആണ്. എന്താണ്? ഇഫ് ദ ബാലൻസ് പോയിന്റ് ഈസ് ഫൗണ്ട് ടു ബി അറ്റ് 39.5 cm ഫ്രം ദി എൻഡ് എ, ദ റെസിസ്റ്റർ എസ് ഈസ് ഓഫ് 12.5 ohm. ഡിറ്റർമിൻ ദ റെസിസ്റ്റൻസ് ക്യാപിറ്റൽ ആർ. Why are the connections between resistors in a meter bridge made of thick copper strips? നമ്മൾക്ക് ആദ്യം ആ പ്രോബ്ലത്തിലേക്ക് കിടക്കാം. നിങ്ങൾ ശ്രദ്ധിക്കുക, പ്രോബ്ലം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾക്ക് മീറ്റർ ബ്രിഡ്ജിന്റെ ഇക്വേഷൻ ഇവിടെ അപ്ലൈ ചെയ്യാം. എന്താണ് ഇക്വേഷൻ വരിക? R by S equals L divided by 100 minus L. R by S equals L divided by 100 minus L. അതാണ് ഇക്വേഷൻ. ഓക്കെ, ഇവിടെ നമുക്ക് L1 എന്ന് തന്നതുകൊണ്ട് L1 ഡിവൈഡഡ് ബൈ 100 മൈനസ് L1 എന്ന് കൊടുക്കാം. ഇവിടെ നിങ്ങളോട് പറയുന്നത് ആറിന്റെ വാല്യൂ എത്രയാണ് എന്നാണ് കണ്ടെത്തേണ്ടത്. നമ്മൾക്ക് ക്യാപിറ്റൽ ആറിന്റെ വാല്യൂ എത്രയാണെന്നാണ് കണ്ടെത്തേണ്ടത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ക്യാപിറ്റൽ ആർ ഈസ് ഈക്വൽ ടു എന്തായിരിക്കും? L1 ഡിവൈഡഡ് ബൈ 100 മൈനസ് L1 ഇൻറ്റു എസ് എന്നാണ്. ക്വസ്റ്റനിൽ L1ന്റെ വാല്യൂ തന്നിട്ടുണ്ട്. എത്രയാണ്? 39.5 cm ആണ് ബാലൻസ് ലെങ്ത്. അപ്പൊ 100 മൈനസ് L1 60.5 ആയിരിക്കും. ക്വസ്റ്റനിൽ എസിന്റെ വാല്യൂ 12.5 ohm എന്ന് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ദിസ് വിൽ ബി 39.5 ഡിവൈഡഡ് ബൈ 60.5 ഇൻറ്റു 12.5. ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഓൾമോസ്റ്റ് 8.2 ohm എന്ന് കിട്ടും. ക്യാപിറ്റൽ ആറിന്റെ വാല്യൂ കണക്ഷൻ തന്നിട്ടുള്ള റൈറ്റ് ഗ്യാപ്പിൽ ലെഫ്റ്റ് ഗ്യാപ്പിൽ കണ്ടിട്ടുള്ള ക്യാപിറ്റൽ ആറിന്റെ വാല്യൂ നമ്മൾക്ക് എത്ര കിട്ടുന്നു? 8.2 ohm എന്ന് കിട്ടും. വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റും. R by S equal to L1 by 100 minus L1 എന്നുള്ള ഇക്വേഷൻ കൊടുത്താൽ മതി. Therefore R is equal to L1 by 100 minus L1 into S. L1ന്റെയും S-ന്റെയും വാല്യൂ ക്വസ്റ്റനിൽ തന്നിട്ടുണ്ട്. അതിൽ ചോദിക്കുന്നത് why are the connections between the resistors in a meter bridge made of thick copper strips? എന്തുകൊണ്ടാണ് തിക്ക് കോപ്പർ സ്ട്രിപ്സ് യൂസ് ചെയ്യുന്നത്? നമ്മൾക്കറിയാം, ഒരു കണക്ടറിനെ സംബന്ധിച്ചിടത്തോളം ആ കണക്ടറിന്റെ റെസിസ്റ്റൻസ് അതിന്റെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷന് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും.
അതായത് ഏരിയ കൂടുമ്പോൾ റെസിസ്റ്റൻസ് കുറയും. അപ്പോൾ തിക്ക് കോപ്പർ സ്ട്രിപ്പ് യൂസ് ചെയ്യുന്നത് കോപ്പർ സ്ട്രിപ്പിന്റെ ഏരിയ പരമാവധി കൂട്ടിയിട്ട് സർക്യൂട്ടിലുള്ള റെസിസ്റ്റൻസ് പരമാവധി കുറക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ സർക്യൂട്ടിലുള്ള റെസിസ്റ്റൻസ് പരമാവധി കുറക്കാൻ വേണ്ടിയിട്ടാണ് തിക്ക് കോപ്പർ സ്ട്രിപ്പ് യൂസ് ചെയ്യുന്നത്. If the galvanometer and cell are interchanged at the balance point of the bridge, would the galvanometer show any current? ഇതേ ബാലൻസ് പോയിന്റിൽ വെച്ചിട്ട് ഈ സർക്യൂട്ടിലെ ഗാൽവനോമീറ്ററും സെല്ലും ഇന്റർചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ഗാൽവനോമീറ്റർ സീറോ ഡിഫ്ലക്ഷൻ കാണിക്കുമോ അല്ലെങ്കിൽ ഗാൽവനോമീറ്റർ കറണ്ട് ഷോ ചെയ്യുമോ എന്നാണ് ക്വസ്റ്റ്യൻ. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കുക, ഇവിടെ ഗാൽവനോമീറ്ററും അതേപോലെ സെല്ലും ഇന്റർചേഞ്ച് ചെയ്തതിനെ കൊണ്ട് ബാലൻസ് ഇൻ ലെങ്ത്തിൽ യാതൊരുവിധ ചേഞ്ചും വരുന്നില്ല. ബാലൻസ് ഇൻ ലെങ്ത് 39.5 സെന്റിമീറ്റർ തന്നെയായിരിക്കും. ദാറ്റ് മീൻസ് ഗാൽവനോമീറ്റർ അവിടെ എന്ത് കാണിക്കും? സീറോ ഡിഫ്ലക്ഷൻ തന്നെ കാണിക്കും. ഗാൽവനോമീറ്റർ എന്ത് കാണിക്കില്ല? കറണ്ടിന്റെ ഡിഫ്ലക്ഷൻ കാണിക്കില്ല, കറണ്ട് ഷോ ചെയ്യില്ല. ഓക്കെ, അപ്പൊ ഇങ്ങനെ ടോട്ടല് 8 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ് ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്നും പബ്ലിക് എക്സാമിന് കറണ്ട് ഇലക്ട്രിസിറ്റി എന്ന ചാപ്റ്ററിൽ ചോദിച്ചിട്ടുള്ളത്. ഇനി 2019 സേ എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ഈ ക്വസ്റ്റ്യൻ പേപ്പറിലെ 13ാമത്തെ ക്വസ്റ്റ്യൻ കറണ്ട് ഇലക്ട്രിസിറ്റി എന്ന ചാപ്റ്ററിൽ നിന്നായിരുന്നു. വിത്ത് എ സ്യൂട്ടബിൾ സർക്യൂട്ട് ഡയഗ്രാം ഷോ ഹൗ EMFs ഓഫ് 2 cells ക്യാൻ ബി കമ്പയർഡ് യൂസിങ് എ പൊട്ടൻഷ്യോമീറ്റർ. പൊട്ടൻഷ്യോമീറ്റർ യൂസ് ചെയ്തുകൊണ്ട് 2 സെല്ലുകളുടെ EMFകൾ എങ്ങനെ കമ്പയർ ചെയ്യാം, സർക്യൂട്ട് ഡയഗ്രാം വരച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുക. ഇത് നിങ്ങൾക്ക് പൊട്ടൻഷ്യോമീറ്റർ എന്ന ക്ലാസ് എടുക്കുന്ന സമയത്ത് വളരെ കൃത്യമായിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട്. നിങ്ങൾ ആ വീഡിയോ കാണുക. അതിലെ 2ാമത്തെ ക്വസ്റ്റ്യൻ, വൈ ഡു വി പ്രിഫർ പൊട്ടൻഷ്യോമീറ്റർ ടു മെഷർ ദി EMF ഓഫ് എ സെൽ ദാൻ എ വോൾട്ട് മീറ്റർ? ഒരു സെല്ലിന്റെ EMF മെഷർ ചെയ്യാൻ നമ്മൾ പ്രിഫർ ചെയ്യേണ്ടത് പൊട്ടൻഷ്യോമീറ്ററിനെയാണ് വോൾട്ട് മീറ്ററിനേക്കാൾ. എന്തുകൊണ്ടായിരിക്കും? നമ്മൾക്കറിയാം, പൊട്ടൻഷ്യോമീറ്ററിൽ നൾ ഡിഫ്ലക്ഷൻ മെത്തേഡാണ് യൂസ് ചെയ്യുന്നത്. പൊട്ടൻഷ്യോമീറ്ററിൽ നൾ ഡിഫ്ലക്ഷൻ മെത്തേഡാണ് യൂസ് ചെയ്യുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗാൽവനോമീറ്റർ സീറോ ഡിഫ്ലക്ഷൻ കാണിക്കുന്നു. അതായത് ഏത് സെല്ലിന്റെ EMF ആണോ നമ്മൾക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്, ആ സെല്ലിൽ നിന്നും കറണ്ട് ഡ്രോ ചെയ്യുന്നില്ല. പൊട്ടൻഷ്യോമീറ്റർ യൂസ് ചെയ്യുമ്പോൾ ഏത് സെല്ലിന്റെ EMF ആണോ നമ്മൾക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്, ആ സെല്ലിൽ നിന്നും കറണ്ട് ഡ്രോ ചെയ്യുന്നില്ല. അപ്പൊ കറണ്ട് ഡ്രോ ചെയ്യാതിരിക്കുമ്പോൾ നമ്മൾക്ക് കിട്ടുന്നത് എക്സാക്ട് ആ സെല്ലിന്റെ EMF ആണ്. നമ്മൾക്കറിയാം, ഒരു സെല്ലിന്റെ EMF എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സെല്ലിന് 2 ടെർമിനലുകൾക്കിടയിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ്. എപ്പോഴും ആ സെല്ലിൽ നിന്നും കറണ്ട് ഡ്രോ ചെയ്യാതിരിക്കുമ്പോൾ. അപ്പോൾ പൊട്ടൻഷ്യോമീറ്റർ യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ സെല്ലിൽ നിന്നും കറണ്ട് ഡ്രോ ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് എക്സാക്ട് ആ സെല്ലിന്റെ EMF കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്നു. എന്നാൽ നമ്മൾ വോൾട്ട് മീറ്റർ ആണ് യൂസ് ചെയ്യുന്നതെങ്കിലോ, വോൾട്ട് മീറ്റർ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ സെല്ലിൽ നിന്നും അത് കറണ്ട് ഡ്രോ ചെയ്യുന്നു. ആ സെല്ലിൽ നിന്നും കറണ്ട് ഡ്രോ ചെയ്യുന്നു. അപ്പോൾ നമുക്ക് അവിടെ മെഷർ ചെയ്യാൻ പറ്റുന്നത് ടെർമിനൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ്. ഓക്കെ, നമുക്കവിടെ എക്സാക്ട് EMF കിട്ടില്ല. നമുക്ക് അവിടെ കിട്ടുന്നത് എന്ത് മാത്രമാണ്? സെല്ലിന്റെ ടെർമിനൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് വോൾട്ട് മീറ്ററിനേക്കാൾ നല്ലത് പൊട്ടൻഷ്യോമീറ്റർ ആണെന്ന് പറയുന്നത്. എന്തിനു വേണ്ടിയിട്ട്? ഒരു സെല്ലിന്റെ EMF മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട്. ഈ ക്വസ്റ്റ്യൻ പേപ്പറിലെ 23ാമത്തെ ക്വസ്റ്റ്യൻ, അതും കറണ്ട് ഇലക്ട്രിസിറ്റി എന്ന ചാപ്റ്ററിൽ നിന്നാണ് ചോദിച്ചിട്ടുള്ളത്. എക്സ്പ്രസ് ഓംസ് ലോ ഇൻ ടേംസ് ഓഫ് കറണ്ട് ഡെൻസിറ്റി ആൻഡ് കണ്ടക്ടിവിറ്റി. ഓംസ് ലോയെ കറണ്ട് ഡെൻസിറ്റിയുടെയും കണ്ടക്ടിവിറ്റിയുടെയും ടേമിൽ എക്സ്പ്രസ് ചെയ്യുക. ഇതിനെ ഓംസ് ലോയുടെ വെക്റ്റർ ഫോം എന്നാണ് പറയുന്നത്. ഇത് വളരെ ക്ലിയർ ആയിട്ട് കറണ്ട് ഇലക്ട്രിസിറ്റി എന്ന ചാപ്റ്ററിന്റെ പാർട്ട് 7 വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അവിടെ നമുക്ക് കിട്ടുന്ന ഇക്വേഷൻ വെക്റ്റർ J ഈക്വൽസ് സിഗ്മ ഇൻറ്റു വെക്റ്റർ E എന്നാണ്. ഇവിടെ വെക്റ്റർ J കറണ്ട് ഡെൻസിറ്റി ആണ്, സിഗ്മ കണ്ടക്ടിവിറ്റി ആണ്, വെക്റ്റർ E ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി ആണ്. ഇതാണ് ഓംസ് ലോയുടെ വെക്റ്റർ ഫോം. ഇതാണ് ഓംസ് ലോ ഇൻ ടേംസ് ഓഫ് കറണ്ട് ഡെൻസിറ്റി ആൻഡ് കണ്ടക്ടിവിറ്റി. അതിലെ ബി ക്വസ്റ്റ്യൻ, ഡ്രോ എ ഗ്രാഫ് ഷോയിങ് ദ വേരിയേഷൻ ഓഫ് റെസിസ്റ്റിവിറ്റി വിത്ത് ടെമ്പറേച്ചർ ഫോർ എ സെമി കണ്ടക്ടർ. ഇത് തന്നെയാണ് നമ്മൾ ലാസ്റ്റ് ക്വസ്റ്റ്യൻ പേപ്പറിൽ, അതായത് 2019 മാർച്ചിലെ ക്വസ്റ്റ്യൻ പേപ്പറിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത്. അവിടെ നമ്മൾക്ക് ഗ്രാഫ് തന്നിട്ട് ഈ ഗ്രാഫ് ഏത് മെറ്റീരിയലിന്റെ ഗ്രാഫാണെന്ന് ചോദിച്ചു. അപ്പോൾ നമ്മളവിടെ ആൻസർ പറഞ്ഞു സെമി കണ്ടക്ടറിൻ്റെതാണെന്ന്. കാരണം സെമി കണ്ടക്ടറിന്റെ കേസിൽ
റെസിസ്റ്റിവിറ്റി ടെമ്പറേച്ചർ കൂടുന്നതിനനുസരിച്ചിട്ട് ഡിക്രീസ് ചെയ്യുന്ന ഗ്രാഫായിരുന്നു അത്. ആ ഗ്രാഫ് തന്നെയാണ് ഈ ക്വസ്റ്റിൻ്റെ ആൻസറായിട്ട് നമ്മൾ വരയ്ക്കേണ്ടത്. അടുത്ത ക്വസ്റ്റ്യൻ ഒരു പ്രോബ്ലമാണ്. ഫൈൻഡ് ദ ഈക്വലന്റ് റെസിസ്റ്റൻസ് ഓഫ് ദി നെറ്റ്വർക്ക് ബിറ്റ്വീൻ ദ പോയിന്റ്സ് പി ആൻഡ് ക്യൂ. നമുക്കിവിടെ ഒരു നെറ്റ്വർക്ക് തന്നിട്ടുണ്ട്. ആ നെറ്റ്വർക്കിലെ പിക്കും ക്യൂക്കും ഇടയിലുള്ള ഇഫക്റ്റീവ് റെസിസ്റ്റൻസ്, ഈക്വലന്റ് റെസിസ്റ്റൻസ് എത്രയാണെന്ന് കാൽക്കുലേറ്റ് ചെയ്യണം. ഇതാണ് നമ്മൾക്ക് തന്നിട്ടുള്ള നെറ്റ്വർക്ക്. നിങ്ങൾ ശ്രദ്ധിക്കുക, ഇവിടെ 3 ഓമും 3 ഓമും സീരീസ് ആയിട്ടാണുള്ളത്. 3 ഓമും 3 ഓമും സീരീസ് ആയിട്ടാണുള്ളത്. അപ്പൊ ഈ രണ്ട് റെസിസ്റ്റൻസിന്റെ എഫക്റ്റീവ് റെസിസ്റ്റൻസ് 6 ഓം ആയിരിക്കും. ആ 6 ഓം ഈ 6 ഓമിന് പാരലായിട്ടാണ് ഉണ്ടാവുക. ഓക്കെ, ഈ 3 ഓമും ഈ 3 ഓമും ഈ 6 ഓമിന് പാരലായിട്ടാണ് കണക്ട് ചെയ്തിട്ടുള്ളത്. അതായത് ഈ രണ്ട് റെസിസ്റ്റൻസിന്റെ എഫക്റ്റീവ് റെസിസ്റ്റൻസ് 6 ഓം ആണ്. ആ 6 ഓമും ഈ 6 ഓമും പാരലൽ ആയിട്ടാണ് കണക്ട് ചെയ്തിട്ടുള്ളത്. അപ്പൊ നമ്മൾക്ക് ഈ ഫിഗർ, ഈ നെറ്റ്വർക്ക് റീഡ്രോ ചെയ്ത് കഴിഞ്ഞാൽ അത് നമുക്ക് ഇങ്ങനെ വരക്കാം. 6 ഓം ഇവിടെ 6 ഓം, ഇവിടെയും 6 ഓം. ഈ 6 ഓം നമുക്ക് കിട്ടുന്നത് ഈ രണ്ട് റെസിസ്റ്റൻസിന്റെ ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് ആയിട്ടാണ്. ഈ രണ്ട് റെസിസ്റ്റൻസും 6 ഓമിന് പാരലൽ ആയിട്ടാണ് കണക്ട് ചെയ്തിട്ടുള്ളത്. പിന്നെ വീണ്ടും 5 ഓം. അപ്പൊ ഈ രണ്ട് റെസിസ്റ്റൻസിന്റെ എഫക്റ്റീവ് റെസിസ്റ്റൻസ് ഇവിടെ 6 ഓമും 6 ഓമും പാരലൽ ആയിട്ടാണ് കണക്ട് ചെയ്തിട്ടുള്ളത്. അപ്പൊ ഇവരുടെ രണ്ടാളുടെയും എഫക്റ്റീവ് റെസിസ്റ്റൻസ് എത്രയാണ് അത് കണ്ടുപിടിക്കാൻ നമ്മൾക്ക് പാരലൽ കോമ്പിനേഷൻ എഫക്റ്റീവ് റെസിസ്റ്റൻസിന്റെ ഇക്വേഷൻ ഉപയോഗിക്കാം. 1/R ഈക്വൽസ് 1/R1 പ്ലസ് 1/R2 that equals 1/6 plus 1/6 is equal to 2/6. Therefore R equals 6/2 is equal to 3 ohm. അപ്പോൾ ഇവരുടെ രണ്ടാളുടെയും എഫക്റ്റീവ് റെസിസ്റ്റൻസ് 3 ohm ആണ്. അപ്പോൾ നമുക്ക് ഇതിനെ വീണ്ടും റീഡ്രോ ചെയ്യാം. 6 ohm, 3 ohm, 5 ohm in between P and Q. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, ഇതാണ് നമ്മൾക്ക് തന്ന നെറ്റ്വർക്ക്. ഇതിൽ 3 ഓമും 3 ഓമും സീരീസ് ആണ്. ഓക്കെ, അപ്പോൾ 3 ഓമിന്റെയും 3 ഓമിന്റെയും എഫക്റ്റീവ് റെസിസ്റ്റൻസ് ആണ് 6 ഓം. ഈ 6 ഓമും ഈ 6 ഓമും പാരലൽ ആണ്. അപ്പോൾ 6 ഓം ഈ പാരലൽ കോമ്പിനേഷൻ 5 ഓം. 6 ഓമിന്റെയും 6 ഓമിന്റെയും എഫക്റ്റീവ് റെസിസ്റ്റൻസ് ആണ് 3 ഓം. അപ്പോൾ 6 ഓം, 3 ഓം, 5 ഓം ഇവർ മൂന്നാളും സീരീസ് ആയിട്ട് കണക്ട് ചെയ്തതുപോലെയാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഇതിന്റെ എഫക്റ്റീവ് റെസിസ്റ്റൻസ്, ഇത് സീരീസ് കോമ്പിനേഷൻ ആയതുകൊണ്ട് ഇതിന്റെ എഫക്റ്റീവ് റെസിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്യാൻ ഇവരെ മൂന്നാളി നമുക്ക് ആഡ് ചെയ്താൽ മതി. അപ്പോൾ 6 പ്ലസ് 3 പ്ലസ് 5 ഈസ് ഈക്വൽ ടു 14 ഓം ആണ് ഈ നെറ്റ്വർക്കിന്റെ പിക്കും ക്യൂക്കും ഇടയിലുള്ള ഈക്വലന്റ് റെസിസ്റ്റൻസ് 14 ഓം ആണ്. ഇങ്ങനെ 8 മാർക്കിന്റെ ക്വസ്റ്റ്യൻ തന്നെയാണ് ഈ 2019 സേ എക്സാമിനും നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ 2020 മാർച്ചിലെ ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്തു, 2020 സേ എക്സാമിന്റെ ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്തു, അതുപോലെ 2019 മാർച്ചിലെ ക്വസ്റ്റ്യനും സേ എക്സാമിന്റെ ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്തു. അപ്പോൾ ഇവിടെ നിന്നൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നത് ഏകദേശം 8 മാർക്കിന്റെ ക്വസ്റ്റ്യൻ പബ്ലിക് എക്സാമിന് കറണ്ട് ഇലക്ട്രിസിറ്റി എന്ന ചാപ്റ്ററിൽ നിന്നും നമ്മളോട് ചോദിക്കുന്നുണ്ട്. കൂടുതലായിട്ടും ചോദിച്ചു വരുന്നത് പൊട്ടൻഷ്യോമീറ്റർ, മീറ്റർ ബ്രിഡ്ജ്, ഓംസ് ലോ, റെസിസ്റ്റൻസ് തുടങ്ങിയ ഭാഗങ്ങളാണ്. അപ്പോൾ വളരെ നന്നായിട്ട് നമ്മൾ ഈ ഭാഗങ്ങൾ റിപ്പീറ്റ് ചെയ്ത് പഠിച്ചുകൊണ്ട് എക്സാമിന് നല്ല മാർക്ക് സ്കോർ ചെയ്യുക. ഓക്കെ, താങ്ക് യു.